ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വേദന എന്നുള്ളതുണ്ട്, അതല്ലാതെ കണ്ടെത്താൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ മാത്രമാണ് ഇത് കണ്ടെത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഇത് കണ്ടെത്താൻ കഴിയില്ലേ? നമുക്കിപ്പോൾ വീണ് പെട്ടെന്ന് എല്ലൊടിയുന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യമാണ് എന്നുള്ളത് അറിയുന്നത്. അതെ, ഇതിന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രായാധിക്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദനയായി നിസ്സാരമായി തള്ളിക്കളയാതെ ചെറിയ വേദനകൾ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് എക്സ്റേയിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് കഴിയും. എല്ലുകൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്, കോർട്ടെക്സ് അതേപോലെ മെഡുല. ഈ കോർട്ടെക്സ് എന്ന് പറയുന്ന പുറംതോട് കട്ടി കുറഞ്ഞ് ചെറിയ മുട്ടത്തോട് പോലെ തിന്നായി പോകുന്നത് നമുക്ക് എക്സ്റേയിൽ കാണാനായിട്ട് കഴിയും. അതേപോലെ മെഡുലറി ക്യാവിറ്റി വലുതായി ഇരിക്കുന്നത് കാണാം. ഇവയെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വരണമെങ്കിൽ നമ്മൾ അതിനെ ഡെക്സാ സ്കാൻ അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഓസ്റ്റിയോപോറോസിസ് വന്ന ആളുകളിൽ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇടുപ്പ്, കൈത്തണ്ട, അതേപോലെ നട്ടെല്ല്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ചെറിയ റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ എല്ലുകളുടെ സാന്ദ്രത അളക്കുന്നു. ഇതിലൂടെ നമുക്കൊരു സ്കോർ കിട്ടുന്നു. ഈ സ്കോർ നോക്കിയിട്ടാണ് ഡോക്ടർമാർ തീരുമാനിക്കുന്നത് ഇവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്നത്. ഈ പ്രോസസ്സാണ് ഡെക്സാ സ്കാൻ, ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷ്യോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. ഈ കിട്ടുന്ന സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ ഡെക്സാ സ്കാനിൽ കിട്ടുന്ന സ്കോർ നമുക്കൊരു -1 മുതൽ +1 വരെ നോർമലാണ് പറയുന്നത്. -1 മുതൽ -2.5 വരെ വാല്യൂ ഉള്ള ആളുകളിൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് എല്ലുകൾക്ക് ബലം കുറഞ്ഞ ഒരു അവസ്ഥയാണ്. എന്നാൽ -2.5നേക്കാളും താഴെയാണ് വാല്യൂ എങ്കിൽ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് കൂടാതെ മറ്റൊരവസ്ഥ പറയുന്നത് മുമ്പ് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അവരുടെ വാല്യൂ -2.5 ആണെങ്കിൽ അവരെ നമ്മൾ സിവിയർ ഓസ്റ്റിയോപോറോസിസ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തും. ഇത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ റേഡിയേഷൻ കുറഞ്ഞതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.